ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം വെച്ചൊരു റോസ്റ്റാണ്, മഷ്റൂം റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മഷ്റൂം റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള പൊടി 2 സവാള പൊടി അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. പിന്നെ നമ്മുടെ മെയിൻ ചേരുവ മഷ്റൂം, ഉപ്പ്, മഞ്ഞൾപ്പൊടി രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 10 മിനിറ്റായി മിക്സ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ടൊമാറ്റോ സോസ്, ലേശം സോയാ സോസും അവസാനം നമുക്ക് ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ പച്ചമുളകിൻ്റെ അരി മറന്നുപോയി, 4 പച്ചമുളക്. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം, ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ശരിക്കൊന്ന് ബ്രൗൺ കളറാവട്ടെ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നല്ല ബ്രൗൺ കളറായി. നമുക്ക് സവാള ഇടാം. സവാള നന്നായി ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരാനും നമ്മുടെ കറിക്കും ആവശ്യമായ ഉപ്പിന് വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ മഷ്റൂമിലിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ലേശം ഉപ്പും കൂടി ഇടാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള നല്ലോണം വാടി വരട്ടെ. പച്ചമുളക് ഇടുന്നു, കറിവേപ്പില. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പച്ചമുളക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്നത് ചേർക്കാം. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർക്കാം. On the carpet, head under the faucet, you're my alibi. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം.
മഷ്റൂമിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടതില്ല. മഷ്റൂം റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്ക് അവസാനമായി 2 സ്പൂണ് ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു സ്പൂണ് സോയാ സോസ് ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയ്ക്ക്, ചപ്പാത്തിക്ക്, പൂരിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഭവമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.